I am Fiji. I am faculty in Maths department from BMC, and now I am going to discuss the paper MFCA, that is Mathematical Foundation for Computer Application for BCA students. Okay, the first module is Matrix and Determinants. Okay, now I am going to discuss first what is a matrix, definition of a matrix, and second one order of a matrix, and we have to discuss the general form of a matrix. Okay, first of all, what is a matrix? A matrix, we arrange the numbers in just rectangular form in column wise and row wise. That is, we arrange the numbers in a rectangular box in row wise and column wise. That is 2, 3, 1, 4, 5, 6. Okay, we arrange the numbers just in row wise and column wise. This is known as the rows, and this will be the columns. Okay, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു ജസ്റ്റ് എന്താണ് മെട്രിക്സ് എന്നുള്ളതായിരുന്നു. അതായത് നമ്പേഴ്സിനെ കോളം വൈസ് ആൻഡ് റോ വൈസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ കൺസിഡർ ദിസ് മെട്രിക്സ്. ഇതിൽ ഈ 2, 3, 1, 5, 6, 4, 5, 6, ദാറ്റ് മീൻസ് ദിസ് നമ്പേഴ്സ് ആർ നോൺ ആസ് എലമെന്റ്സ് ഓർ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ്. അതായത് ഈ മെട്രിക്സിലെ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ് ഓർ എൻട്രീസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൺസിഡർ ദിസ് മാട്രിക്സ്. ഇതിൽ എത്ര റോസ് ഉണ്ട്? ദ നമ്പർ ഓഫ് റോസ് ഏതായിരുന്നു? റോസ്. ഇതാണ് റോസ്. ദിസ് 2, 3, 1 and 4, 5, 6 ഇതായിരുന്നു റോസ്. സോ നമ്പർ ഓഫ് റോസ് വിൽ ബി ദിസ് ഫസ്റ്റ് റോ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് റോ. സോ നമ്പർ ഓഫ് റോസ് 2 and number of columns, this is the column. So the first column, the second column, the third column. So number of columns will be 3, and the total number of elements, എത്ര? 1, 2, 3, 4, 5, 6. There are 6 elements. ഓക്കെ, ഈ 6 നമുക്ക് ഇത് രണ്ടും 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഡയറക്റ്റ്ലി കിട്ടും. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ് ഒരു മെട്രിക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ വി ആർ കൺസിഡറിങ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ലെറ്റ്സ് വി ഡിഫൈൻ ഓർഡർ ഓഫ് എ മെട്രിക്സ്. Order of a matrix. Okay, now we have to discuss order of a matrix. Suppose ഒരു മെട്രിക്സിന് m റോസ് ഉണ്ട് ആൻഡ് n കോളംസ് ഉണ്ട്. ദെൻ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? m/n. ഇത് റീഡ് ചെയ്യുന്നത് m ഇൻറ്റു n അല്ല, m/n ആണ് റീഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഈ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്? 1, 2. ടോട്ടൽ 2 റോസ് ഉണ്ട് ആൻഡ് എത്ര കോളംസ് ഉണ്ട്? 1, 2, 3 columns ഉണ്ട്. Then its order will be equal to what? 2/3. 2/3. This 2 denoted the total number of rows and 3 total number of columns. Okay. And okay, now consider this example 3. This is also a matrix. ഇവിടെ എത്ര റോസ് ഉണ്ട്? 1, 2, 3 റോസ് ഉണ്ട് ആൻഡ് എത്ര കോളം ഉണ്ട്? ഒറ്റ കോളം. സോ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ ഈക്വൽ ടു 3/1. ഫസ്റ്റ് നമ്മളെപ്പോഴും റോവിൻ്റെ എണ്ണം മാർക്ക് ചെയ്യുക, സെക്കൻഡ് വന്നിട്ട് എത്ര കോളംസ് ഉണ്ടോ അത് നമ്മൾ എഴുതുക. നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. സോ എ മെട്രിക്സ് വിൽ ബി ഡിനോട്ടഡ് ഇൻ capital letters, that is capital A, capital B, etc. Okay, capital A equal to, how we will be write the entries in the matrix. Okay, now consider ividuthe element, that means the first row, first column element. The element is in first row and first column will be denoted as A11. Okay, A11. This one denoted the ഏത് റോയിലാണോ പ്രസൻറ്റഡ് ആയിരിക്കുന്നത് ആ 1 ആണിത്, ആൻഡ് ദിസ് 1 ഏത് കോളത്തിലാണോ ആ എലമെന്റ് പ്രസൻറ്റഡ് ആയിരിക്കുന്നത് അതായിരിക്കും. സോ നെക്സ്റ്റ് എലമെന്റ് എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക? ദ ഫസ്റ്റ് റോ ഇൻ സെക്കൻഡ് കോളം. സോ A12,
Okay, and the next element will be present in the first row in third column. So A1, 3, etc. Consider this matrix has m rows and n columns. Okay, then the last element is in the first row n column. There are total n columns, so first row n column, so denoted as A1n. Okay, and consider the second row. ഇവിടുത്തെ എലമെന്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A second row first column element ആണ്, so A21. and അടുത്ത എലമെന്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യണ്ടാവുക? The second row second കോളത്തിലെ എലമെന്റ് ആണ്, that is A22. and next element A23 because it is the element in second row third column, etc. up to A2n because there are n number of columns and etc. Total number of rows are m rows ആണ്, so AM1. The last element will be the mth row in first column. mth row le first column element ആയിരിക്കും ഇത്, so AM1 and AM2 etc. Last element AMN, that is mth row nth column element. This is the general form of a matrix. So from this general form, the Aij is the element in ith row and jth column. It is clear. Okay, right? So write this question. Construct a 2 by 2 matrix A where Aij equal to I by j. So എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. It is given that Aij, the element in ith row and jth column. Okay, so we want to consider the 2 by 2 matrix. So first we will write the general form of a 2 by 2 matrix. Okay, so how we will be write the general form of a 2 by 2 matrix? 2 by 2 matrix means a matrix which has 2 rows and 2 columns. So first element denote ചെയ്യുന്നത് A11 ആണ് and second element A12. ഇത്രയും മതി, അടുത്ത A13 എഴുതണ്ട, കാരണം എന്തുകൊണ്ടാ, there are 2 columns only, so A11 A12 അത്രയും മതി. and the next row A21 A22 and ഇനി അടുത്തത് എഴുതണോ? വേണ്ട, കാരണം എന്തുകൊണ്ടാ, there are only 2 rows, so 2 rows and 2 columns. So this is the general form of a 2 by 2 matrix and it is given that Aij equal to I by j. Okay, so we just substitute these values and evaluate this A11 A12 A21 A22. Okay, അതെങ്ങനെ evaluate ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. A11 എങ്ങനെ evaluate ചെയ്യുക? A11 equal to just Aij equal to I by j. So A11 equal to I equal to 1 and j equal to 1. Comparing this one, Aij A11, so I equal to 1 and j equal to 1. So we just substitute here. So 1 by 1 equal to 1. So A11 will be 1. Okay, and അടുത്തത് എന്തായിരുന്നു? A12. ഈ എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. A12 എങ്ങനെ കണ്ടുപിടിക്കാം? Aij given ആണ് I by j. So A12 means I equal to 1 and j equal to 2. So I by j 1 by 2. Okay, so we have to write here 1 by 2 and next A21. So അവിടെ I എന്തായിരുന്നു? I2 ആണ് and j എന്തായിരുന്നു? 1 ആണ്. So I by j equal to 2 by 1. ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Aij എന്ന് പറഞ്ഞാൽ I by j ആണ്. So A21 means I equal to 2 and j equal to 1. So 2 by 1. 2 by 1 equal to 2. So here 2 and A22 കണ്ടുപിടിക്കണം. A22 എങ്ങനെ കണ്ടുപിടിക്കുക? A22 equal to I by j same. I equal to 2 ആണ്, j equal to 2 ആണ്. So 2 by 2 which is equal to 1. So here 1. Okay, this is our 2 by 2 matrix. Okay, now consider this question. Construct a 3 by 4 matrix given Aij equal to 2i minus j. Okay, so we want to construct a 3 by 4 matrix. So first we will be write the general form of a 3 by 4 matrix. Okay, and A equal to
First of all, A equal to 3 by 4 matrix. എങ്ങനെ general form of a 3 by 4 matrix ചെയ്താ? There are 3 rows and 4 columns. So we will be start from A11, A12 എവിടം വരെ പോണം? 4 columns ആണ്. So A14 വരെ വേണ്ട ആവശ്യമുള്ളൂ. So A13 and A14. Okay? So 4 columns okay ആയി. ഇനി next A21, A22, A23, A24 and next column വേണ്ടേ കാരണം next row വേണ്ടേ കാരണം എന്തുകൊണ്ടാ 3 rows ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. സോ A31, A32, A33 and A34. സോ കറക്റ്റ് ആയി എന്താണ് 3 rows ആയി and 4 columns ആയി. സോ 3 by 4 മെട്രിക്സിന്റെ ജനറൽ ഫോം ആയി. ആൻഡ് നെക്സ്റ്റ് വി വോണ്ട് ടു find the AIJs. Okay, this is equal to, okay, write the matrix here. First we will be evaluate A11. എങ്ങനെ evaluate ചെയ്യാം? A11 AIJ equal to 2I minus j ആണ്. So here I equal to 1, j equal to 1. So substitute I equal to 1 and j equal to 1. We will be get 2 into 1 minus 1. 2 into 1 is 2 minus 1. 2 minus 1 equal to 1. So first entry will be 1. And next A12 equal to substitute I equal to 1 and j equal to 2. 2 into 1 minus 2. So 2 minus 2. 2 into 1 2 minus 2 which is equal to 0. Okay. So the second entry is 0 and here A13 equal to substitute here 2 into I എന്തായിരുന്നു 1 and j എന്തായിരുന്നു 3. So 2 into 1 minus 3, that is 2 minus 3, answer minus 1. So here minus 1 and A14 equal to substitute I equal to 1, j equal to 4. So 2 into 1 minus 4, that is 2 minus 4 which is equal to minus 2. So here minus 2 and the next one A21 equal to I equal to 2 and j equal to 1. So 2 into I 2 ആണ്. So 2 minus j 1. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ് ചെയ്യുന്നത്. So 2 into 2 4 minus 1 which is equal to 3. So here 3. Okay, continuing in this manner we will be get the other entries. So this is the answer. Guys, rest of the video we will be cover in the upcoming classes. Thank you for watching.